ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് നമ്മുടെ വ്ളോഗ് ചെയ്യുന്നത് നമ്മൾ സ്വന്തം പാലക്കാടിൻ്റെ മുറുക്ക് ഗ്രാമം എന്നറിയപ്പെടുന്ന കരിപ്പോട് തന്നെയാണ്. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവാം നിങ്ങൾ. കരിപ്പോട് ഗ്രാമം ഒരു ഫുൾ ഗ്രാമം തന്നെ മുറുക്ക് ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഓരോ വീട്ടിലും, അത് വലുതോ ചെറുതോ ആയിക്കോട്ടെ, ഓരോ വീട്ടിലും നിങ്ങൾക്ക് മുറുക്കുണ്ടാക്കുന്നത് കാണാൻ പറ്റും. ലേഡീസ് അവിടെ ഇരുന്ന് മുറുക്ക് ചുറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടുത്തെ ഏറ്റവും വലിയ ഒരു വരുമാനം എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ തന്നെയാണ്. ഇൻ്റർനാഷണൽ രീതിയിലാണ് സംഭവങ്ങളുടെ ഇരിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഓരോ വീട്ടിലും കടലമുറുക്ക്, അരിമുറുക്ക് പറഞ്ഞില്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് മുറുക്ക് ഉണ്ടാക്കുന്നത്. ഓരോ ദിവസം ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതായത് 5, 3, 12 എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പല 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 ഒക്കേഷൻസിന് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കുന്നുണ്ട്. ഈ കയ്യിൽ പിടിച്ചിട്ട് അവർ ചുറ്റുന്ന രീതി കണ്ടോ, കയ്യിൻ്റെ എവിടേക്കാണ് ആ മാവ് വെച്ചിരിക്കണമെന്ന്. എന്നിട്ടിപ്പോൾ അവരിങ്ങനെ ചുറ്റണം കണ്ടോ. ഇതൊക്കെ നമ്മൾ കാണുന്ന സമയത്തുണ്ടല്ലോ മക്കളെ, വളരെ കുട്ടിക്കളിയാണെന്ന് തോന്നും. ഒരു മുറുക്ക്, ആത്മാർത്ഥമായിട്ട് ഞാൻ പറയണ, ഒരു മുറുക്ക് അവരെ പോലെ ചുറ്റാൻ, അതൊന്നും നടക്കാത്ത കാര്യമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടെക്നിക്കിനൊന്നും ഞാൻ നിന്നില്ല. പിന്നെ അവരുടെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. ഇതെന്താണ്, എങ്ങനെയാണ് അവർ അരയ്ക്കുന്നത്, ആ ഒരു മിക്സൊക്കെ എന്താണെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് മാവ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ചേച്ചി? പച്ചരി, പൊടി, പച്ചരി, ഉഴുന്നുപൊടി, പച്ചരി അരച്ച് പൊടി വറുത്ത് പൊടിച്ച്, പിന്നെ എള്ള, ജീരകം, ഉപ്പ്. അതെ. എത്ര കൊല്ലായി അപ്പൊ ഇങ്ങനെ ഈ ഒരു ഗ്രാമം ഇതിന് വേണ്ടിയിട്ട് എന്ന് പറയണ സമയത്ത് ഇത് എത്ര കൊല്ലായി ഉണ്ടാവും? കാലങ്ങളായി അല്ലേ? അതെ, അത്രയും കാലമായി. അത് ശരി. ചേച്ചി ഇപ്പൊ ഇതില് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയായി? ഞങ്ങളൊക്കെ 10 വയസ്സ് തുടങ്ങിയാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. അത് ശരി. 10 വയസ്സേ പഠിച്ചു. ഈ ചുറ്റാന്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതിപ്പോ എത്ര ചുറ്റാണ് ഇപ്പൊ ചെയ്ത്? 5 ചുറ്റ്. എപ്പോഴും 5 ചുറ്റാണ്? 3 അതെ അല്ലേ? ഓക്കെ. ഓരോ ദിവസം ഓരോന്ന്. അതെ അല്ലേ? ഓക്കെ. ബെഡ്റൂമിലായിക്കോട്ടെ, ഹാളിലായിക്കോട്ടെ, അവരുടെ കിച്ചണിലായിക്കോട്ടെ, ഇതിങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കിച്ചണിലേക്ക് പോയി അവിടെ ഒരു ചേച്ചി നീറ്റായിട്ട് ഇരുന്നിട്ട് ഉണ്ടാക്കി, അവിടെ ചുറ്റി വെച്ചിരിക്കുന്ന മുറുക്ക് മുഴുവൻ അവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചുറ്റിയ മുറുക്ക് മുഴുവൻ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ അവിടെ വൈകുന്നേരം ആകുമ്പോഴേക്കും, അതായത് രാവിലെ അവർ 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി വരയ്ക്കും മുറുക്ക് ചുറ്റും അത്ര. എന്നതിന് ശേഷം അവർ എന്താണ് പറയുക, പല സ്ഥലങ്ങളിലേക്കാണ് കരിപ്പോട് മുറുക്ക്, ഫേമസ് ആയിട്ടുള്ള കരിപ്പോട് മുറുക്ക് ഇവിടുന്ന് പോകാറുള്ളത്. സോ എന്താണ് പറയുക, ഞങ്ങൾ പോയിരിക്കുന്ന ഈ ചേച്ചിയുടെ വീട്ടിൽ അവർ കോയമ്പത്തൂർക്കായിരുന്നു അന്നത്തെ ദിവസത്തെ ഡെലിവറി കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് ആസ് യൂഷ്വൽ അടുപ്പിൻ്റെ അവിടെ പോയിട്ട് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ കുറച്ച് നിങ്ങളെ സഹായിക്കാം. ചേച്ചി ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ കുറച്ച് സഹായിക്കാം, ചേച്ചി പോയിട്ട് ഊണ് കഴിക്കൂ, ഞാൻ വറുത്തെടുക്കാമെന്നും പറഞ്ഞ് ചേച്ചി ഒരു ട്രിപ്പ് മാത്രം വറുത്തെടുക്കാൻ കാണിച്ചു തന്നു. അങ്ങനെ നമ്മൾ വറുത്തെടുത്തിട്ട് ഞാൻ ഇടുകയും ചെയ്തു. പിന്നെ ഉള്ള കാര്യം പറയണമല്ലോ, അടുപ്പും അവിടുത്തെ ചൂടും ആ ഒരു എന്താ പറയുക, എല്ലാം കൂടിയിട്ട് ഇവർ രാവിലെ മുതൽ ഇങ്ങനെ ലേഡീസ് ഇരുന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ആർട്ട് തന്നെയാണ്. ഈ കൈമുറുക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതൊരു ടാലൻ്റാണ്, അതൊരു ആർട്ടാണ്. അത് എല്ലാവർക്കും കറക്റ്റായിട്ട് അത് കിട്ടണം എന്നില്ല. ബിക്കോസ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു അരിപ്പൊടിയും ഉഴുന്നാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പല പ്രാവശ്യം ഫെയിലിയർ ആവാൻ ചാൻസസ് ഉള്ള ഒരു സംഭവമാണ് ഈ മുറുക്ക് എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചിട്ട് മുറുക്ക് ചുറ്റുക എന്നുള്ളത്. അപ്പോൾ ഞാനും പോയി ഇരുന്നു ചുറ്റാൻ വേണ്ടിയിട്ട്. അവർ പഠിപ്പിച്ചു തന്നു. പിന്നീടാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. മക്കളെ അവർ 8ാം വയസ്സിലാണ് അത്ര കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അമ്മൂമ്മയുടെ കൂടെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, അത്ര എനിക്ക് പറയാൻ പറ്റും. എത്ര കാലമായി ഇപ്പം നിങ്ങളിത് ചെയ്യാൻ തുടങ്ങി? 11 വയസ്സിൽ, നിങ്ങളുടെ 11 വയസ്സിൽ തുടങ്ങിയതാണ്. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ ചെയ്യുന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും? നിങ്ങളുടെ 11 വയസ്സിൽ ഇത് തുടങ്ങിയതാണ് അല്ലേ?
75 വയസ്സായിട്ട് മുറുക്ക് ചുറ്റണു മക്കളെ. ഇതിപ്പോ ഒരു മുറുക്ക് ചുറ്റാൻ പറ്റാ പാട് ദൈവത്തിനെ കണ്ടു ഞാൻ. അടിപൊളി പറഞ്ഞ അടിപൊളി. എന്തായാലും ഇതൊരു കല തന്നെ. വെറും അരിപ്പൊടി, ഉഴുന്ന് പൊടി, അരി അരക്കുക, എന്നിട്ട് അരിക്ക് ഉഴുന്ന് പൊടിച്ചിട്ടിടുക. ഒരു വീട്ടില് ഒരു 10-15 ഒരു 20-25 മുറുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ എത്രയാണ് കണക്ക് വരിക? അരിപ്പൊടി, അരി, പച്ചരി എത്ര എടുക്കണം? അല്ല, നമ്മൾക്കിപ്പോ ഒരു വീട്ടിലുണ്ടാക്കണമെങ്കിൽ കണക്ക് പറയുകയാണെങ്കിൽ എത്ര ഇടണം? എത്രയാകുമ്പോ ഒരു 25 മുറുക്ക 30 മുറുക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ? പക്ഷെ പോട്ടെ, ഇതുപോലെ ചുറ്റാൻ കിട്ടിയിട്ടില്ലെങ്കിലും ഉള്ള പോലെ ചുറ്റു തന്നെ. നാഴിയരിയോ? ആ, നന്നായിട്ട് വെണ്ണ പോലെ. കുഴക്കുക. പറയണ കേൾക്കുമ്പോ ഇങ്ങനെ വളരെ എളുപ്പമായിട്ട് തോന്നുന്നില്ലേ? ഇത് പിടിച്ചാൽ അറിയാം. 2-3 മാസത്തെ ട്രെയിനിങ് ആണ് ഈ പിരി ചുറ്റാൻ. ഇത് 3 മാസം കൊണ്ട് കിട്ടില്ല എന്നപ്പൊ പറയണം. അടിപൊളി. എനിവേ, വെരി ടാലന്റഡ്, സൂപ്പർ. അപ്പൊ നമുക്ക് കുറച്ച് മുറുക്കൊക്കെ വാങ്ങിയിട്ട് പതുക്കെ വിടാം. സൂപ്പർ. ഇതൊക്കെ കൂട്ടാൻ ഇത് മാങ്ങ, വഴുതനങ്ങയും തക്കാളിയും, പിന്നെ ഇത് അച്ചാറ്, മാങ്ങ ഉപ്പിലിട്ടത്. ഓക്കെ, നോ പ്രോബ്ലം. അവർക്ക് മതി ധാരാളം. അപ്പൊ നമുക്ക് മുറുക്ക് എടുക്കാം. ചേച്ചി ശരിട്ടോളെ. ആ, എന്ത് ബാക്കിയാ? അതൊന്നും വേണ്ട. അയ്യേ, അതൊന്നും വേണ്ട. അതൊന്നും വേണ്ട. അതൊന്നും വേണ്ട ചേച്ചി. പോയിട്ട് വരാട്ടോ. അപ്പൊ എല്ലാവരോടും അമ്മമ്മേ ഞാൻ പോയിട്ട് വരാം. ഓക്കെ, പിന്നെ വരാം. ദുബായിന്ന് വരുമ്പോ എന്ത് പാടേ? മുട്ടായി മാത്രം മതി. അതല്ലേ അടുത്ത പ്രാവശ്യം വരുമ്പോ ഏറ്റവും. ഓക്കെ, അപ്പൊ ശരി. ഓക്കെ. അങ്ങനെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസമാണ് ഞാൻ കരിപ്പോട് പോയ ദിവസം. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ലേഡീസിനെ ഒരു ഗ്രാമം മുഴുവൻ ഇരുന്നിട്ട് ഈ ഒരു ടാലൻറ്റോട് കൂടിയിട്ട് ഈ ഒരു വർക്ക് ഓഫ് ആർട്ട് ചെയ്യുന്ന കണ്ട ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് പ്രായമായിട്ടുള്ള അമ്മൂമ്മയുടെ കാല് തൊട്ട് വണങ്ങിയിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ, യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത്രയും വലിയൊരു ആർട്ട് അതൊരു ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് നമ്മൾ പോവുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു.